മുംബൈ സിറ്റി പകലിൻ്റെ വെളിച്ചത്തിൽ കളവ് പറയുന്ന, രാത്രിയുടെ ഇരുളിൽ രക്തം കൊണ്ട് സത്യം പറയുന്ന നഗരം. ഇവിടെ നടക്കുന്നത് മത്സരമാണ്. നന്മയും തിന്മയും തമ്മിലുള്ളതല്ല, തിന്മയും തമ്മിലുള്ള മത്സരം. സാർ പ്ലീസ് എന്നെ വിട് സാർ, ഇനി ഞാൻ അവരില്ല സാർ, പ്ലീസ് സാർ, പ്ലീസ്. ജെയിംസ് നിനക്കറിയാം, ഈ ജയിക്കേണ്ട കണക്ക് പുസ്തകത്തിൽ ചതിക്ക് മാത്രം മാപ്പില്ല, എന്നിട്ട് നീ അതിൽ നിന്നു. Half an hour. I want to clear this spot. ഡാ, നിനക്ക് നാട്ടിൽ നിന്ന് കോള്. Happy birthday to you. Happy birthday to you. Happy birthday dear Ara. Happy birthday to you. എനിക്കതിൽ സന്തോഷമായി. നമ്മുടെ കൂട്ടത്തിൽ നീ മാത്രം ഉണ്ടായിരുന്നുള്ളൂ 18-ാമത്തെ. ഇപ്പൊ നീയും പ്രായപൂർത്തിയായില്ലേ? അല്ല മുത്തച്ഛ, എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റോടെ? അതൊക്കെ നിനക്ക് രാവിലെ കിട്ടും. നീ ഇപ്പൊ പോയി കടന്നോ. എടാ ചെറുക്ക, നീ ഇന്ന് പോവാനൊന്നും നിൽക്കണ്ട കേട്ടോ, ഇവിടെ കടന്നോ. എന്നാലും എന്തായിരിക്കും ആ സമ്മാനം? മൂപ്പര് നിന്നെ പിടിച്ച് കെട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. എവിടെ പോയി? കാണുന്നില്ലല്ലോ. എന്താടാ നീ അവിടെ നിന്ന് പരിങ്ങുന്നേ? ഒന്നുമില്ല മുത്തച്ഛ. അല്ല, എടുത്തു എന്റെ ഗിഫ്റ്റ്. നിക്ക് മോനെ, നിന്റെ ഗിഫ്റ്റ് എത്തിയിട്ടില്ല, രജിസ്ട്രാർ വന്നിട്ടില്ല, വന്നിട്ട് കിട്ടും. മിസ്റ്റർ മാധവ് മേനോൻ, എന്താ ഞാൻ കേൾക്കുന്നേ? അല്ല, കാശിക്ക് വല്ല യാത്രയും ബുക്ക് ചെയ്തിരുന്നു? അതാണോ രജിസ്റ്ററൊക്കെ വിളിച്ച് ഈ സ്വത്തൊക്കെ പേർക്ക് എഴുതി തരാൻ പോകുന്നേ? ഒന്ന് പോടെടുക്ക. കാശിക്ക് പോവാ വയസ്സായാലും എനിക്ക് അത്രമാത്രം വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും 60 മാത്രമേ നിൽക്കുന്നേ. അധികം പ്രായം ആയിട്ടില്ല, ജസ്റ്റ് 60. അല്ല, കുഴമ്പൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു, അത് വാങ്ങിക്കണമെങ്കിൽ പൈസ തരണം കേട്ടോ. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. അടിച്ചു വരാൻ തന്നെ ജാനും എന്താ പറഞ്ഞറിയോ? എനിക്കിപ്പോ പ്രായം കുറഞ്ഞു വരികയാണല്ലോ എന്നാ. എന്താണ് നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡിനെ. മേനോനെ, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഉദ്ദേശിച്ചേ? വാക്കുകളൊക്കെ മാറുന്നു. ഇതാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വയസ്സായി എന്ന്. ഒന്ന് പോടർക്ക, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല.
നിനക്കൊരു ഹസ്ബൻഡ് എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ ഞെട്ടൊന്നും വേണ്ട, ഇത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേരക്കുട്ടിയാ. അവൻ നല്ലൊരു ചെറുക്കനാ. 10 മണിക്ക് രജിസ്ട്രാർ വരും. അത് കഴിഞ്ഞാൽ നിന്റെ കല്യാണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇതിന് സമ്മതിക്കൂ. അളിയാ, അപ്പൊ ഓക്കെ എന്നാ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് വരേ. എടാ തെണ്ടി, മര്യാദയ്ക്ക് അവിടെ നിന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. സോറി അളിയാ, എനിക്ക് കരുനാക്കുണ്ടെന്ന കാര്യം ഞാൻ ഇപ്പഴാ മനസ്സിലാക്കിയേ. ഏതായാലും നിന്നെ പോലെ ഒരു ഭാഗ്യവാൻ വേറെ ആരും ഉണ്ടാവില്ല. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഒരു ഹസ്ബൻഡിനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞ എന്തിന്റെ കേടായിരുന്നു എനിക്ക്. നീ വിഷമിക്കണ്ട, നമുക്ക് അവനോട് സംസാരിക്കാം. നിന്നെ പോലെ തന്നെ അവനും പെട്ടതായിരിക്കും. സാർ, ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇതിലൊന്ന് ഒപ്പിട്ടാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചെക്കനോ? അവൻ വരില്ല. അവൻ എന്തോ ബിസിനസ് ട്രിപ്പായിട്ട് വിദേശത്താ. അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവൻ ഇതിലൊന്ന് ഒപ്പിട്ടാ മതി. ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് നിനക്ക് വൈകാതെ മനസ്സിലാവും. എന്റെ പൊന്നു ദൈവമേ, ഇത്രയും ഗതികെട്ടവൻ വേറെ എവിടെയും ഉണ്ടാകും? ആകെ ഉണ്ടായിരുന്ന ഹോപ്പ അതും പോയി. സാരില്ലളിയാ, അതുകൊണ്ട് നിനക്കൊരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ? എടാ, അവനിതാ എന്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ ഇട്ടേക്കുന്നു. ആവു, കാലങ്ങളായി പൊടി പിടിച്ച് കിടന്ന അക്കൗണ്ടിലൊക്കെ ഒന്നൊരു ജീവൻ വെച്ചല്ലോ. അപ്പൊ നിന്റെ ഹസ്ബൻഡ് നല്ല റിച്ച് ആണല്ലോ. എന്റെ ദൈവമേ, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ. അല്ലെങ്കിൽ നിനക്കുള്ളല്ലോ ഒക്കെ കിട്ടും. എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് പൈസ വെച്ച് എന്നാണാവ എന്റെ പൂക്ക. ജാക്കേ, നീ ഇന്ന് എന്ത് പണിയാ കാണിച്ചേ? നിനക്കൊന്ന് നാട്ടിൽ പോയി കൂടെയില്ലേ? പിന്നെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ ആരാ നോക്കുക? ഇന്നത്തെ മീറ്റിംഗ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നിന്റെ ആവശ്യം അവിടെ ഇല്ലേ? പിന്നെ എന്തിനാ നീ പോവാതിരുന്നേ? ഒന്നില്ലെങ്കിലും നിന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? എടാ, നിനക്കറിയാ, എനിക്കറിയാം. ഈ മാരേജ് വരുന്നത് എൻ്റെ മുത്തശ്ശന് ഞാൻ കൊടുത്ത വാക്ക് പ്രകാരമായിരുന്നു. അവനെ സംരക്ഷിക്കുക, അത്രയുള്ളൂ എൻ്റെ ഡ്യൂട്ടി. അതിനു മേലെ ഒന്നുമില്ല. പിന്നെ അവനൊരു പ്രായമായി അവനെ നോക്കാൻ പറ്റുന്ന ഒരാൾ വരികയാണെങ്കിൽ ഞാൻ ഏതായാലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞെടുക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തിനീ കാണലും ഇതൊക്കെ? ഓ ആയിക്കോട്ടെ, ഇത് തന്നെ വേണം നീ യോങ്കിനോടും പറയാൻ. അല്ലേലും അവളുടെ ഇച്ഛായനെ കേടെത്തുന്ന ഞാനാണെന്നും പറഞ്ഞാണ്ടാ അവൾ അളക്കുന്നത്. ഇനി ഇതും കൂടി കേട്ടാ മതി, സ്വന്തം കല്യാണത്തിന് പോലും പോവാതെ തോന്നും. എടോ, താൻ എന്തിനാടോ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടേ? അത് നിനക്കുള്ളതാ. അതിന് ഞാൻ തന്നോട് ചോദിച്ചോ പൈസ? താൻ മര്യാദയ്ക്ക് ആ പൈസ പിൻവലിച്ചോ. എന്നിട്ട് എനിക്ക് ആ തെണ്ടി കട്ടാക്കി. അവന് പറയുന്ന പോലും കേൾക്കാനില്ല. എടാ അളിയാ, എനിക്കൊരു ഐഡിയ ഉണ്ട്. നീ 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 മിണ്ടരുത്. നിന്റെ ഒരു ഒറ്റ കാരണം അതൊക്കെ നടക്കാനുണ്ടായിരുന്നു. നിന്റെ ഒരു തൊലിഞ്ഞ കരിനാക്ക്. ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന് നീ പറയുന്നേ? നിന്റെ മുത്തച്ഛൻ നീ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയൊരു വള്ളിയല്ലേ? അതൊന്നും ഞാൻ നേരത്തെ കാലത്ത് പ്രവചിച്ചു എന്ന് പറഞ്ഞാണ്ട് നീ ഒരു കാര്യം ചെയ്യ്. ഏതായാലും അവന് ഡൈവോഴ്സ് തരാൻ ഒരു പ്ലാനും ഇല്ലെന്ന് അവൻ്റെ കോളിൽ നിന്ന് മനസ്സിലായി. നീ അവൻ്റെ പൈസ മൊത്തം ഉപയോഗിക്കും. മോടപറ്റി, എനിക്കൊന്നും വേണ്ട അവൻ്റെ പാട്ട പൈസ. എന്തൊരു ചാടേടാ അവനക്ക്. എടാ, അവന് നിന്റെ ചെലവ് സഹിക്കാൻ വയ്യാതെ ദാരിദ്ര്യം പിടിച്ച് കുത്തുപാള പിടിച്ച് നിനക്ക് ഡൈവോഴ്സ് തരണം. എന്നിട്ട് അവൻ റിഗ്രറ്റ് ചെയ്യണം, എന്തിനാ വെറുതെ ഈ വെള്ളീനെ ഞാൻ തലയിൽ വെച്ചേ എന്നോർത്ത്. അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. പിന്നെ അല്ലാതെ ഞാൻ ആരാമോ? ഇനി ഇതുപോലത്തെ ഐഡിയകൾ വേണമെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്. www.spacejimin@.com. എടാളിയാ, ഞാനൊരു 100 അണ്ടർവെയർ ഇട്ടട്ടെ? എന്തിനാടാ? നീ എന്താ വല്ല കച്ചവടം തുടങ്ങാൻ പോവാണോ? നിനക്കറിയോ, ആ പരത്ത തെണ്ടിച്ചേട്ടൻ
കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ അവൻ്റെ അണ്ടർവെയർ ഞാൻ എടുത്തിട്ടു എന്നും പറഞ്ഞാണ്ട് എൻ്റെ പിന്നാലെ ഓടിപ്പിച്ച് അത് ഊരിപ്പിച്ചവനാ. എനിക്ക് അവനോടുള്ള വാശി തീർക്കണം. അവൻ്റെ മുമ്പ് കൂടെ പല കളറിലുള്ള അണ്ടർവെയർ ഇട്ട് എനിക്കൊന്ന് ഞെളിഞ്ഞ് നടക്കണം. നീയൊരു പ്രസ്ഥാനാട്ടാ. അണ്ടർവെയർ പ്രതികാരം. എന്റെ പൊന്നു, ഈ മുംബൈയൊക്കെ ആകപ്പാടെ മാറിപ്പോയി. അതിന് നീ ഇതിനു മുമ്പ് മുംബൈ കണ്ടിട്ടുണ്ടാ? ഏയ് അതില്ല, പക്ഷെ നമ്മളൊക്കെ മാറിയില്ലേ, അതേപോലെ മുംബൈ മാറിയിട്ടുണ്ടാവും. ഇനി ഞാൻ ഇവിടെ കടന്നത് പൂണ്ട് വിളയാടും. നിനക്കറിയോ, ഞാൻ ഇവിടെ മുംബൈ തന്നെ പഠിക്കാൻ വേണമെന്ന് പറയാൻ കാരണം എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളൊരാഗ്രഹം ഒരു മാഫിയനൊക്കെ നേരിട്ട് കാണണം. ഇങ്ങനെ നിനക്ക് പറ്റുമല്ലോ. അതിന് നിന്നോടാരാ പറഞ്ഞേ ഇവിടെയാണ് മാഫിയ ഉള്ളതെന്ന്? എടാ, ഇത് നമ്മുടെ റോക്കി ബായിയുടെ നാടാടാ. ആ സിനിമ കണ്ടെന്ന് മുതലുള്ള എൻ്റെ ആഗ്രഹം റോക്കി ബായിനെ പോലെ ഗോൾഡൊക്കെ കിടത്തി വലിയ റിച്ച് ആവണം എന്നൊക്കെ. സലാം റോക്കി ബായ്, ഉലക്ക ഉൻജോ ബായ്. എന്താ നോക്കുന്നേ? ഞാൻ നിനക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടല്ലേ? ഇനിയും വേണോ? പലവിധ ഐറ്റംസും എൻ്റെ കയ്യിലുണ്ട്. അയ്യോ വേണ്ട, മൂപ്പര ഫാൻസ് വന്ന് ആ ഒലക്കെടുത്ത് എൻ്റെ തലക്കടിക്കാതെ വെച്ച് നോക്കിക്കൊണ്ടു. നീ അത് കൂടാ, നിനക്ക് അസൂയാണ് അസൂയ. ഞാൻ വലിയ പാട്ടുകാരനായല്ലോ എന്ന്. നീ നോക്കിക്കോ, നീ ഒരു നാളും ഞാൻ നല്ല പാട്ടുകാരനാവും. അപ്പൊ നീ എൻ്റെ മുമ്പിൽ വന്ന് ഓട്ടോഗ്രാഫിൽ നിൽക്കും. ഞാൻ ആരെ പിണ്ണം വെക്കാനാടോ പോകുന്നത്? തനിക്കെന്താ കണ്ണില്ല മുഖത്ത്? ഡാ ചെറുക്ക, ഇത് നിന്റെ കേരളല്ല. പറയുമ്പോ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. പഠിക്കാൻ വന്ന പഠിച്ചിട്ട് പോയാ മതി. പിന്നെ താൻ ഞങ്ങളെ മൂക്കില് വലിച്ചു കയറ്റുമല്ലോ. കോട്ടു സൂട്ടിട്ടാല് എങ്ങനെയാലും പൂച്ച പൂച്ച തന്നെ ആവുള്ളൂ. അതിന് എത്ര ശ്രമിച്ചാലും പുലിയാവാൻ കഴിയില്ല. പൂച്ച നിന്റെ മറ്റാനെ പോയി വിളിക്കട്ടെ, അടയ്ക്കാക്കുരുവി. Sagar, he's going. Come on. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? ഇത് നമ്മളെ ഫസ്റ്റ് ഈ വർഷത്തെ ഒരു സ്റ്റോറിയാണ്. ഇതിടാൻ കാരണം മറ്റൊന്നല്ല, എനിക്ക് ഈ വർഷം കിട്ടിയ ഫസ്റ്റ് ഒരു റിക്വസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഈ റിക്വസ്റ്റിൽ നിന്ന് തന്നെ ഈ വർഷം തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ റെഡ് സ്നോ എന്ന സ്റ്റോറിക്ക് സ്പെഷ്യൽ പാർട്ട് വേണമെന്നും പിന്നെ ഇതിനിപ്പോൾ ഞാൻ ചെയ്ത സ്റ്റോറി പൂർത്തിയാക്കണം പറഞ്ഞ് കുറേ കമൻറ്റ് ഞാൻ കണ്ടു. അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ ന്യൂ ഇയർ ആയപ്പോൾ ഈ റിക്വസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഇതൊന്ന് ചെയ്യണമെന്ന് തോന്നി. ഒരു സ്റ്റോറീൻ്റെ ഐഡിയ മനസ്സിൽ വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻജോയ് ചെയ്യാം.